ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള ജോൺ ബേർഡ് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു എസ്സേ ആണെങ്കിൽ പോലും ഇതിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ റൈറ്ററുടെ എക്സ്പീരിയൻസുകൾ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് ഇവൻസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ മേജറായിട്ട് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്ന മുന്നേ ആ ഒരു ടൈറ്റിൽ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? അപ്പോൾ സയൻസ് സ്റ്റുഡൻസിനുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഒന്നായിരിക്കില്ല. മാറ്റർ എന്ന് പറയുമ്പോൾ അതിന് മൊത്തത്തിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്കറിയാം. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പം മുതലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ മൂന്ന് സോളിഡും ലിക്വിഡും ഗ്യാസും ആയിരിക്കും നമ്മൾ മെയിനായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നാലാമതുള്ള സ്റ്റേറ്റാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമുക്ക് പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസിനെയൊക്കെയാണ് പൊതുവേ നമ്മൾ പ്ലാസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാസ്മയാണ് ഡയറക്റ്റ്ലി അതിൻ്റെ ഒരു മീനിങ് വരുന്നത്, അല്ലെ അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് മെറ്റഫോറിക്കലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്ററുടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നറേറ്ററുടെ തന്നെ ലൈഫാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒന്നിലും പെടാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. ഇപ്പോൾ സോളിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ലിക്വിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഗ്യാസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ മൂന്നിലും പെടാത്ത ഒരവസ്ഥയിലാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ റൈറ്റർ നിൽക്കുന്നത്. അതിപ്പോൾ വിഷമത്തിലാണോ എന്ന് ചോദിച്ചാൽ വിഷമത്തിലാണ്, ഡിപ്രഷനിലാണോ എന്ന് വെച്ചാൽ ഡിപ്രഷനിലാണ്, അതിനൊക്കെയും എന്താ പറയുക അതിൽ നിന്നൊക്കെയും സർവൈവ് ചെയ്ത് വരുന്ന സിറ്റുവേഷനാണോ വെച്ചാൽ അങ്ങനെയാണ്. അത്തരത്തിൽ എവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, സ്വയം തിരിച്ചറിയാൻ, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ അവരുടെ ലൈഫിലെ ഇൻസിഡൻസുകളെ കുറിച്ച് പറയുന്ന ഒരു എസ്സേയുടെ അകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പർപ്പസ് വെച്ചിട്ടാണെന്നുള്ളത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇസ് എ പീസ് ഓഫ് ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ in the braided essay format focused on grief, loss and shock due to proximity to the 1991 University of Iowa shooting in the space physics department, where the author Joanne Baird worked as an editor for the department's space physics monthly publication. അപ്പോൾ അവരവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ സ്റ്റുഡൻ്റായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഒരു റീസണൊന്നും ഇല്ലാതെ അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ പഠിക്കുന്ന ഒരുപാട് പേരെ അവർ ഷൂട്ട് ചെയ്യുകയും അതിൽ കുറച്ച് പേര് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഷോക്കിംഗ് ആയ ഇൻസിഡൻ്റ് ആണ് ഇതിനകത്ത് മെയിനായിട്ടും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഗ്രീഫാണോ എന്ന് വെച്ചാൽ ഗ്രീഫിലാണ്, ലോസ് ആണ്, അതായത് ലോസ് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണോ വെച്ചാൽ അങ്ങനെയാണ്. അതേപോലെ തന്നെ അവർ ഷോക്ക്ഡായിട്ട് അവർ ഇതിനെ പ്രതീക്ഷിക്കണില്ല. അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് പോലും ആ ഒരു എന്താ പറയുക ഷൂട്ടിങ്ങിൽ കൊല്ലപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ അവരൊരിക്കലും ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഷോക്ക്ഡായി പോകണം. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത്തരത്തിൽ എല്ലാ വികാരങ്ങളും കൂടെ അല്ലെങ്കിൽ ഏതാണ് തൻ്റെ ഐഡൻറ്റിറ്റി, എന്താണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പല എന്താ പറയുക സമയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയണത്. നമുക്കത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്സേൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കും. കുറച്ച് ലെങ്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ക്ലാസ് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ സമ്മറി വായിച്ചതിന് ശേഷം ആ എസ്സേ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. The essay probes and investigates the violent shooting perpetrated by Gang Lu, a disgruntled physics student in the department, against 5 colleagues before Lu died by suicide. അപ്പോൾ ആ ഒരു എന്താ പറയുക ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ഗാങ് ലു എന്നുള്ളതാണ്. അപ്പോൾ അവൻ ഗാങ് ലു അവിടെ എന്താ ചെയ്യുന്നത്, അവിടുത്തെ ഒരു ഫിസിക്സ് സ്റ്റുഡൻ്റാണ്. ഇവർ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ഫിസിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള തന്നെ അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെയുള്ള ഒരുപാട് പേരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിലൊരു 5 കൊളീഗ്സ് 5 പേര് ഇവരുടെ കൂടെ നമ്മുടെ റൈറ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 5 കൊളീഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊന്നതിന് ശേഷം ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം ഈ ഗാങ് ലു എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്
അങ്ങനത്തെ മേജറായിട്ട് വരുന്ന ഇൻസിഡൻറ്റ്. ഇനി നമുക്കതിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്മറിയിലോട്ട് പോകാം. The fourth state of matter is a personal essay by Joanne Baird that explores her experiences as a graduate student in physics at the University of Iowa. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ലോവയിൽ പഠിക്കുന്ന സമയത്ത്, ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്. ദ എസ് എസ് എ മെമ്മറിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ബേർഡ്സ് ടൈം അറ്റ് ദ യൂണിവേഴ്സിറ്റി. നമ്മൾ ഓർത്തെടുത്ത് ഓർമ്മക്കുറിപ്പ് പോലെ പറയാമെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ എസ് എയിലുള്ളത്. ഷീ സ്ട്രഗിൾ ടു ബാലൻസ് ഹർ അക്കാഡമിക് പെർസ്യൂട്ട്സ് വിത്ത് ഹർ പേഴ്സണൽ ലൈഫ്. അപ്പോൾ അവർക്ക് ആ ഒരു അക്കാഡമിക്കലി അവരുടെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ ഗെയിൻ ചെയ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അതും അവരുടെ ഒരു പേഴ്സണൽ ലൈഫും കൂടിയിട്ട് ചേർന്ന് പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. കാരണം അവർക്ക് പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആളാണ്. അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു പഠിക്കുന്ന കാര്യത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളും കോൺഫ്ലിക്റ്റുകളൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു എസ്സേയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The essay begins with a focus on her daily life. അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് അതിന് തുടക്കത്തിൽ പറയുന്നുണ്ട്. ഷീ ഈസ് കെയറിങ് ഫോർ ഹർ ഏജിങ് ഡോഗ്, ഡീലിംഗ് വിത്ത് ദ എൻഡ് ഓഫ് ഹർ മാരേജ് ആൻഡ് ഫീലിംഗ് ലോൺലി ആൻഡ് സ്റ്റക്ക്. അവരുടെ ഒരു ഏജ് ആയിട്ടുള്ള നല്ല ഒരു അസുഖമൊക്കെ വന്നിങ്ങനെ കിടക്കുന്ന ഒരു ഡോഗിനെ കുറിച്ചൊക്കെ അതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിനെ അവർ എത്രത്തോളം നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് സമ്മറിയിൽ ഫുള്ള് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ അവരുടെ മാരേജ്, അവരുടെ ഹസ്ബൻഡും അവരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അവർ തമ്മിൽ വലിയൊരു കണക്ഷൻ ഇല്ലാതെ പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫീലിംഗ് ലോൺലി ആൻഡ് സ്റ്റക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏകാന്തതയും അതുപോലെ തന്നെ ഒരു കുടുങ്ങി കിടക്കുന്ന സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹർ ഇൻട്രാക്ഷൻസ് അറ്റ് വർക്ക് പ്രൊവൈഡ് എ സെൻസ് ഓഫ് റുട്ടീൻ. അപ്പോൾ അവരുടെ ഒരു വർക്കിന് പോവുക അല്ലെങ്കിൽ അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ടൈമിലൊക്കെ അവരെന്താണ് അതൊരു റുട്ടീനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷീ ഡിസ്ക്രൈബ്സ് ഹർ കൊളീഗ്സ് വാർംലി വിത്ത് ഹ്യൂമർ ആൻഡ് അഫെക്ഷൻ. അവരുടെ കൊളീഗ്സിനെയൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര കോമഡി അല്ലെങ്കിൽ എന്താ പറയുക നല്ല തമാശയായിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ അവർ ഇടപഴകാൻ ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹർ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ദ സ്റ്റഡി റിതം ഓഫ് ഹർ വർക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് തോന്നും അതായത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരെത്ര നന്നായിട്ടാണ് മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതെന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റ് ഫീലിംഗ് നമുക്ക് കിട്ടും. കാരണം ഓപ്പോസിറ്റ് ആയിട്ട്, കാരണം ആ ഒരു ഇതൊന്നും അവരവിടെ എഫക്റ്റ് ചെയ്യിക്കാതെ മുന്നോട്ട് പോകുന്നത് കാണുന്നത് നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കാണാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ഈ ഒരു എസ്സേയിൽ കൂടെ സാധിക്കുന്നുണ്ട്. ദ എസ്സേ കണ്ടെയ്ൻസ് ബെയർസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഷൂട്ടിംഗ് ഇൻസിഡൻറ്റ് ദാറ്റ് ഒക്കേർഡ് ഓൺ ക്യാമ്പസ്. അപ്പോൾ ക്യാമ്പസിൽ നടന്നിട്ടുള്ള ഷൂട്ടിംഗ് ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ വിച്ച് എ ഫിസിക്സ് സ്റ്റുഡൻറ്റ് കിൽഡ് സെവറൽ പീപ്പിൾ ബിഫോർ ടേക്കിംഗ് ഹിസ് ഓൺ ലൈഫ്. അപ്പോൾ അവിടുത്തെ ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് പേരെ കൊല്ലുന്നതിന് അവർ കൊല്ലുകയും ചെയ്യുന്നുണ്ട്, അതിനുശേഷം സ്വയം സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബേർഡ് യൂസസ് ദിസ് ഇവന്റ് ആസ് എ ഫ്രെയിമിംഗ് ഡിവൈസ് ടു എക്സ്പ്ലോർ ഹെർ ഓൺ എക്സ്പീരിയൻസസ് ആസ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഇൻ ഫിസിക്സ്. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്ക് അവരുടെ തന്നെ എക്സ്പീരിയൻസുകളൊക്കെയും അവർ അതിനകത്ത് ഈ ഒരു രൂപത്തിൽ എസ്സേയുടെ രൂപത്തിൽ അവർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ എസ്സേ ബേർഡ് റിഫ്ലക്ട്സ് ഓൺ ഹർ സ്ട്രഗിൾസ് ടു സക്സീഡ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ്. അപ്പോൾ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു മേഖലയിൽ എങ്ങനെയാണ് അവർ സക്സീഡ് ചെയ്യാൻ വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവർ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ആസ് വെൽ ആസ് എ ഡിഫിക്കൽട്ടീസ് ഇൻ നാവിഗേറ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് അക്കാഡമിക് പൊളിറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷീ ഓൾസോ എക്സ്പ്ലോർസ് ഹർ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഇൻക്ലൂഡിങ് ഹർ മാരേജ് ആൻഡ് ഹർ ഫ്രണ്ട്ഷിപ്സ് വിത്ത് ഹർ കൊളീഗ്സ്. അപ്പോൾ അവരുടെ മാരേജിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പുകൾ, അവരുടെ കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷനെ കുറിച്ചൊക്കെയും ഇതിനകത്ത് പറയുന്നുണ്ട്. വൺ ഓഫ് ദ സെൻട്രൽ തീംസ് ഓഫ് ദ എസ്സേ ഈസ് ദ ഐഡിയ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ അവർ എക്സ്പീരിയൻസസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ ഒരു ഐഡിയ ഓഫ് ഐഡൻറ്റിറ്റി, ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇതിനകത്ത് ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടൈറ്റിൽ ഇറ്റ്സെൽഫ് എന്താ ചെയ്യുന്നത്, അതിനെ തന്നെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബേർഡ് ഗ്രാപ്പിൾസ് വിത്ത് ഹർ ഓൺ ഐഡൻറ്റിറ്റി ആസ് എ ഫിസിസിസ്റ്റ്, എ വൈഫ് ആൻഡ് എ വുമൺ ആൻഡ് എക്സ്പ്ലോർസ് ദ വേസ് ഇൻ വിച്ച് ദീസ് ഡിഫറെൻറ്റ് റോൾസ് ഇൻറ്റർസെക്ട് ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു ഫിസിസിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ അക്കാഡമിക് ലൈഫിൽ, അതേപോലെ തന്നെ വൈഫ് എന്നുള്ള രീതിയിൽ, അതിപ്പോൾ ഒരു വുമൺ എന്നുള്ള രീതിയിലും ഒക്കെ എത്രത്തോളം അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റി, എത്രത്തോളം അവർ വീക്കായി പോയി, ഇതൊക്കെ അവരെങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നതൊക്കെയും പല ചോദ്യങ്ങളായിട്ട് നമുക്ക് ഈ ഒരു എസ്സേയിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് മുന്നിലോട്ട് അത് ഫേസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ ടൈറ്റിൽ ഓഫ് ദ എസ്സേ, ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, റെഫേഴ്സ് ടു ദ കോൺസെപ്റ്റ് ഇൻ ഫിസിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് പ്ലാസ്മ.
പ്ലാസ്മേനാണ് ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കുന്ന ഡയറക്റ്റ് മീനിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ടൈറ്റിലിനെ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. കാരണം ആ ടൈറ്റിൽ ഇറ്റ്സെൽഫ് തന്നെയാണ് ആ ഒരു മൊത്തം ആ നരേറ്ററുടെ ലൈഫിനെ കുറിച്ച് പറയുന്ന കാര്യം എന്നുള്ളത്. എ ഹൈ എനർജി സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദാറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് അയൺസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്കറിയാം അയൺസും ഫ്രീ ഇലക്ട്രോൺസിൻ്റെയും കാറ്ററൈസേഷൻ വരുന്നതാണ് എന്തിൽ വരുന്നത്, നമ്മൾ പ്ലാസ്മയിൽ കാണാൻ പറ്റുക. ബേഡ് യൂസസ് ദിസ് കോൺസെപ്റ്റ് ആസ് എ മെറ്റഫോർ ടു ഡിസ്ക്രൈബ് ഹെർ ഓൺ എക്സ്പീരിയൻസസ് ആസ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്ക് അവരുടെ തന്നെ എക്സ്പീരിയൻസ് ആണ് അവർ പ്ലാസ്മ യൂസ് ചെയ്തുകൊണ്ട്, പ്ലാസ്മ എന്നുള്ള കാര്യം യൂസ് ചെയ്തുകൊണ്ട്, ആ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് മെറ്റഫോറിക്കലി പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് മെറ്റഫോറിക്കലി അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെയാണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാസ്മയാണ്, പ്ലാസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ലൈഫിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജസ്റ്റിംഗ് ദാറ്റ് ഷീ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഫ്ലക്സ്. ആ ഒരു ചേഞ്ചിലേക്കാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തെന്ന് അവിടേക്ക് എത്തിയതുമില്ല എന്നുള്ള രീതിക്ക് ട്രാൻസിഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്ട്രഗ്ലിംഗ് ടു ഡിഫൈൻ ഹെർ സെൽഫ് ആൻഡ് ഹെർ പ്ലേസ് ഇൻ ദ വേൾഡ്. അവർക്ക് അവരെ തന്നെ സ്വയം ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതേപോലെ അവരുടെ ലോകത്തിലുള്ള ഒരു എന്താ പറയുക പ്ലേസ്, സ്ഥാനം എന്താണ് അല്ലെങ്കിൽ എന്ത് സ്റ്റേറ്റിലാണ് ഞാനുള്ളതെന്ന് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. പ്ലാസ്മ ഇസ് നെയ്തർ സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് മിററിംഗ് ദ ഫ്ലക്സ് ഇൻ ഹെർ ലൈഫ്. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തല്ല, സോളിഡ് അല്ല, ലിക്വിഡ് അല്ല, ഗ്യാസ് അല്ല. അതേ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. എവിടെയാണ് എന്താണ് ഇങ്ങനെ ഫേസ് ചെയ്യുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓൾ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് എ പവർഫുൾ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് എസ്സേ ദാറ്റ് എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഐഡന്റിറ്റി, റിലേഷൻഷിപ്സ് ആൻഡ് അക്കാഡമിക് പൊളിറ്റിക്സ്. അപ്പോൾ അതിനകത്ത് ആ ടേംസ് ഒക്കെ ഒന്ന് കുറച്ച് ഓർത്ത് വയ്ക്കുക കേട്ടോ. കോംപ്ലക്സിറ്റീസ് ഓഫ് ഐഡന്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് വരുന്നുണ്ട്. റിലേഷൻഷിപ്പുകൾ, അത് ഏതൊക്കെ റിലേഷൻഷിപ്പുകൾ വരുന്നുണ്ട്, ഹസ്ബൻഡായിട്ടുള്ള വരുന്നുണ്ട്, കൊളീഗ്സ് ആയിട്ട് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരെ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ അക്കാഡമിക് പൊളിറ്റിക്സിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ അവർ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോളേജിൽ നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്